ഉദ്ദേശിക്കുന്നത്. ഈ മുസ്ലിം സമുദായത്തിന് ഗുണകരമായ പുരോഗതികൾ ഭൗതികപരമായും മതപരമായും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ആ ഒരു പരിശ്രമം അതിശക്തമായി കേരളക്കരയിൽ ഒരു നൂറ്റാണ്ടുകാലം അടിച്ചു വീശുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഈ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ ഇന്ന് ഉടലെടുത്തിട്ടുള്ളത്. മതപരമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ സ്വാധീനിച്ചിരുന്ന മുസ്ലിം കൈരളിയെ ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രമാണങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള പരിഷ്കരണ പരിശ്രമങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രധാനമായി നിർവഹിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു സംഘടന രൂപീകരിച്ച് ഈ പറയപ്പെട്ട പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നില്ല ഈ നവോത്ഥാന പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. 1800കളുടെ മധ്യം തൊട്ട് തുടങ്ങിയ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പരിഷ്കർത്താക്കൾ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കൊരു സംഘടിത രൂപമുണ്ടാക്കണമെന്നോ ഒരു സംഘടനയായി രൂപാന്തരം പ്രാപിക്കണമെന്നോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് ഹമദാനി തങ്ങൾ, വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി, KM മൗലവി തുടങ്ങിയ സമുദായ പരിഷ്കർത്താക്കൾക്ക് മുസ്ലിം സമുദായത്തിന്റെ ആദർശവും ഭൗതികവുമായ നവോത്ഥാനമായിരുന്നു ഉദ്ദേശം. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി സമൂഹം സഞ്ചരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സമൂഹത്തിൽ ഇസ്ലാമിന്റെ പുറത്തുനിന്ന് കടന്നു വന്ന എല്ലാ കാര്യങ്ങളെയും ഗുണകാംക്ഷയോടുകൂടി സമൂഹത്തെ അവർ സമുദ്ധരിച്ചു. സമുദായത്തിൽ നിന്ന് ഒരുപാട് എതിരഭിപ്രായങ്ങളും ശാരീരിക പീഡനങ്ങളും ഒരു വേള ജീവൻ വരെ ഹനിക്കേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ മുൻകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിൽ കോറിവെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും ഈ യഥാർത്ഥ ആശയത്തെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ അവരെ തടഞ്ഞില്ല. അവർ അതിശക്തമായി മുന്നോട്ട് പോയി. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 88-ാമത്തെ വചനത്തിൽ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞിരുന്ന ഒരു വാക്കാണ് അവരെ അതിന് പ്രേരിപ്പിച്ചിരുന്നത്. ഏതാണ് ആ വാക്ക്? വമാ ഉരീദു അൻ ഉഖാലിഫുകും ഇലാ മാ അൻഹാകും അൻ ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. നിങ്ങളെ ഞാൻ എന്തിനെ തൊട്ടാണോ വിരോധിക്കുന്നത് അതിലേക്ക് തിരിഞ്ഞ് നിങ്ങളുമായി വ്യത്യാസം പ്രവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സാധ്യമാകുന്നത്ര നന്മ വരുത്തുക എന്നല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ഹൂദ് നബിയുടെ വചനം. ഈ വചനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഈ സമൂഹത്തിലേക്ക് ആദർശപരമായി മതപരമായ സമുദ്ധരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഈ പരിഷ്കരണ പ്രവർത്തനങ്ങൾ സമുദായം തന്നെ ഏറ്റെടുത്തതോടെ അത് പിന്നീട് ഒരു പ്രസ്ഥാനമായി മാറുകയായിരുന്നു. 1920കളിൽ വക്കം മൗലവി സ്ഥാപിച്ച ഇസ്ലാം ധർമ്മപരിപാലന സംഘവും കൊടുങ്ങല്ലൂരിൽ പിറവികൊണ്ട കേരള മുസ്ലിം ഐക്യസംഘവുമാണ് കേരളീയർ ആദ്യമായി പരിചരിച്ച നവോത്ഥാന സംഘങ്ങൾ എന്ന് പറയുന്നത്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണമെന്നില്ല. കേരളീയ ചരിത്രം തന്നെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകുന്ന കാര്യമാണ്. 1924 രൂപം കൊണ്ട കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പണ്ഡിതന്മാർ മാത്രമായിരുന്നു അംഗങ്ങളായി ഉണ്ടായിരുന്നത്. പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം പ്രചരിപ്പിച്ച കേരളത്തിന്റെ
നൂറ്റാണ്ടുകൾ ചരിത്രം പറയാനുള്ള കേരളീയ ചരിത്രത്തിൽ അന്ന് വലിയ പങ്കാണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരളത്തിൽ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ആയത്താണ്. എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നുകൊണ്ട് ചെയ്തത്? വിശ്വാസപരമായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. അവിടെ മദ്യപാനമുണ്ടായിരുന്നു, അവിടെ വ്യഭിചാരമുണ്ടായിരുന്നു, അവിടെ സാമ്പത്തികമായ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. അതിനൊന്നുമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്പോർട്ടന്റ് നൽകിയത്. മക്കയിലെ 13 കൊല്ലത്തെ അവിടുത്തെ പ്രബോധന കാലയളവിൽ അവിടുന്ന് ഇമ്പോർട്ടന്റ് കൊടുത്തത് വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ്. മക്കിയായ അധ്യായങ്ങൾ, ഖുർആനിലെ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. വിശ്വാസത്തെ സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്, ഊന്നലുകളാണ് ആ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് തീർച്ചയായും അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവർക്ക് നിയോഗിക്കുക വഴിയാണ് അനുഗ്രഹം അല്ലാഹു നൽകിയത്. ആ ദൂതൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയുമോ? യത്ലൂ അലൈഹിം ആയാതിഹി, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുകയാണ്. അതിലൂടെ വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ ഗ്രന്ഥവും ഹിക്മത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്താണ്. ആ സുന്നത്തിനെയും ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയുള്ള സമുദായമായിരുന്നു അവർ? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതയായിരുന്നു അവർ. ആ ജനതയെയാണ് 13 കൊല്ലത്തെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തിട്ടുള്ളത്. എന്നാൽ അതേ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ തന്നെയാണ്, അതേ ദഅവത്തിന്റെ മുൻഗണനാക്രമം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പ്രബോധന പ്രവർത്തനം ആരംഭിച്ചത് മുതൽ നിർവഹിച്ചിട്ടുള്ളത്. ശിഈ ആചാരങ്ങളിൽ ആകൃഷ്ടരാവുകയും സൂഫി സരണികൾക്ക് അടിമപ്പെട്ടും അന്ധമായ അനുകരണത്തെ പ്രമാണമാക്കിയും ഇന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചെയ്ത പ്രവർത്തനം എന്താണോ അതേ പ്രവർത്തനം തന്നെയാണ് ഈ കേരളത്തിലും നമ്മൾക്ക് നിർവഹിക്കാനുള്ളത്. അത് തന്നെയാണ് നമ്മൾ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് വരെ അവരുടെ ശിർക്കും അനാചാരങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അവരുടെ പ്രമേയങ്ങൾ വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. 1933 അവരുടെ പ്രമേയങ്ങളിൽ, ഒരുപാട് പ്രമേയങ്ങളിൽ 8ാമത്തെ പ്രമേയമായി സമസ്ത പാസാക്കിയത് എന്താണ്? ഈ സമൂഹത്തെ യഥാർത്ഥ തൗഹീദിലേക്ക് ക്ഷണിക്കണമെന്നാണോ? ശിർക്കിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തണമെന്നാണോ? അനാചാരങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തണമെന്നാണോ? അല്ല. നോക്കൂ, നിങ്ങൾ വെറുതെ പറയുകയല്ല. സമസ്ത ചരിത്ര രേഖകൾ എന്ന് പറയുന്നവരുടെ പുസ്തകമാണിത്. ആ പുസ്തകത്തിന്റെ 1925 മുതൽ 1947 വരെയുള്ള അവരുടെ ചില ചരിത്ര രേഖകൾ സമാഹരിച്ച പുസ്തകമാണിത്. അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആ പുസ്തകത്തിന്റെ 8ാമത്തെ പ്രമേയമായിട്ട് ഒരു യഥാർത്ഥ സമസ്തക്കാരൻ എങ്ങനെയാകണമെന്ന് 8ാമത്തെ പ്രമേയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രമേയത്തിൽ പറഞ്ഞത് എന്താണ്? കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വരുന്നതും ഇപ്പോഴും നടത്തിവരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ ശിർക്കാണെന്നോ പറയുമ്പോൾ അവൻ സുന്നിയല്ലാതെയായി തീരുമെന്നും ഉറപ്പിക്കുന്ന ചില പ്രമേയങ്ങളാണ്. അതിൽ ഒരു പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചുപോയ അംബിയ ഔലിയ സ്വാലിഹീങ്ങൾ ഇവരുടെ ധാത്തുകൊണ്ട് ജാഹ് ഹക്ക് ബർക്കത്ത് ഇത്യാദി കൊണ്ടും ഇടതേട്ടം ചെയ്യലും, അവരെ നേരിട്ട് വിളിക്കലും, അവരെ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും, അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കലും ഒരു യഥാർത്ഥ സമസ്തക്കാരൻ അംഗീകരിച്ചിരിക്കണം എന്നാണ്. എന്താ പറഞ്ഞത്? മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരോട് ഇടതേടണം, അവരോട് നേരിട്ട് വിളിച്ചു തേടണം. എങ്കിലേ ഒരു യഥാർത്ഥ സമസ്തക്കാരനാവൂ എന്ന് അവരുടെ കൃത്യമായിട്ടുള്ള ചരിത്രരേഖകളിൽ, അവരുടെ പ്രമേയങ്ങളിൽ എഴുതി വെക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതിനു വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചത്. ഇവിടെ സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ജീവിക്കുന്ന ചില ക്ലിപ്പുകൾ കാണിക്കാനുണ്ടായിരുന്നു. കാരണം അവരുടെ ഒരു പണ്ഡിതൻ പറഞ്ഞത് എന്താ? സമസ്ത രൂപീകരിച്ചത് തന്നെ
ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ ഉറക്ക വിളിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രസ്ഥാനം ഈ കേരളത്തെ രൂപപ്പെടുത്തുമ്പോ എന്താണ് അവരുടെ ലക്ഷ്യം? പ്രവാചകന്മാർ നവോത്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിച്ചതുപോലെയുള്ള ലക്ഷ്യമാണോ? 13 കൊല്ലം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ലക്ഷ്യമാണോ? അല്ല. നോക്കൂ നിങ്ങൾ, മിസ്ബാഹുൽ വലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥം മുഴുവൻ ഞാൻ കൊണ്ടുവരാത്തത് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിയും. മിസ്ബാഹുൽ വലാം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഹിജറ 700-കളിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിന്നാണ് ഈ നാട്ടിൽ നിന്ന് മഹാന്മാരോട് തവസ്സുൽ നടത്തണമെന്നും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടണമെന്നും അവരോട് വിളിച്ചു തേടണമെന്നും സമസ്ത പണ്ഡിതന്മാർ തെളിവുദ്ധരിക്കുന്ന ഗ്രന്ഥം ഹിജറ 700-കളിൽ കൊണ്ടുവന്നൊരു ഗ്രന്ഥമാണ് മിസ്ബാഹുൽ വലാം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ ഓദർ എന്ന് പറയുന്നത് നുഅ്മാൻ അൽ മറാഖിഷി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹിജറ 683-കളിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിന്റെ മുന്നേ കേരളക്കരയിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടണമെന്നോ വിളിച്ചു തേടണമെന്നോ തെളിയിക്കുന്ന ഒരു ഗ്രന്ഥം പോലും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രചിച്ചിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ഈ മഹാന്മാരോട് ഇസ്തിഹാസ ചെയ്യാൻ വേണ്ടി ആദ്യമായി രചിക്കപ്പെട്ട ഗ്രന്ഥം ഇതാണ്. ഇതിന്റെ മുന്നേ ഒരു ഗ്രന്ഥമില്ല. ഹിജറ 700-കളിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഗ്രന്ഥം രചിച്ച നുഅ്മാൻ അൽ മറാഖിഷി പറയുന്നത് എന്താണ്? ഇതിന്റെ ആമുഖ ഭാഗത്ത് മുഖദ്ദിമയിൽ അദ്ദേഹം ഒരു സങ്കടം പറയുന്നുണ്ട്. എന്താ സങ്കടം? അല്ലാഹുവിനോട് വിളിച്ചു തേടി അതിന് ഉത്തരം കിട്ടിയെന്നും അതാണ് ഏറ്റവും നല്ലത് എന്നും തെളിയിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് തേടിയിട്ട് ഇസ്തിഹാസ ചെയ്യാൻ അതിനുവേണ്ടി ഒരു ഗ്രന്ഥം ലോകത്ത് ഇന്നേ വരെ രചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതേ നുഅ്മാൻ അൽ മറാഖിഷി എന്ന് പറയുന്ന സൂഫി പണ്ഡിതൻ, ഷിയാക്കളുടെ സിട്ടിയായ സൂഫി പണ്ഡിതനായ നുഅ്മാൻ അൽ മറാഖിഷി എഴുതിയ ഗ്രന്ഥമാണ് ഈ പറയപ്പെട്ട മിസ്ബാഹുൽ വലാം എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥമാണ് ആദ്യമായി അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാൻ രചിക്കപ്പെട്ട ഗ്രന്ഥം ഹിജറ 700-കളിൽ. അതിന്റെ മുന്നേ അങ്ങനെ ഒരു ഗ്രന്ഥം ഇവിടെ രചിക്കപ്പെട്ടിട്ടില്ല. ഇത് ആധികാരികമായിട്ടാണ് പറയുന്നത്, സമൂഹ മധ്യത്തിലാണ് പറയുന്നത്. ഇതിനെ നിഷേധിക്കാൻ കഴിയുന്ന സമസ്ത പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവർ അത് തെളിയിക്കട്ടെ. ഹിജറ 700-കൾക്ക് മുമ്പ് ഇസ്തിഹാസക്ക് വേണ്ടി ഇന്ന് സമസ്തക്കാർ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ഗ്രന്ഥമെഴുതിയ ഒരു പണ്ഡിതൻ ഇല്ല. സമൂഹത്തോട് ഇവർ പറയാറില്ലേ, ഇസ്തിഹാസയെ ആദ്യമായി നിരാകരിച്ചതാരാണ്? അത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യാണെന്ന് അവർ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹിജറ 700-കളിലാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം നുഅ്മാൻ അൽ മറാഖിഷി എഴുതിയത്. അതിന് മറുപടിയായിട്ടാണ് ശൈഖുൽ ഇസ്ലാം ഗ്രന്ഥം എഴുതിയത്. അപ്പോ ഇസ്തിഹാസയെ ആദ്യം എതിർത്തത് ശൈഖുൽ ഇസ്ലാം ആണെന്ന് പറയുമ്പോ അന്ന് ആദ്യമായി ഇസ്തിഹാസക്ക് വേണ്ടി കിതാബ് എഴുതിയ പണ്ഡിതന് ഖണ്ഡനം എഴുതിയതാണ് അദ്ദേഹം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചതെന്ന് പറയുമ്പോൾ അതിന് പ്രമാണബദ്ധമായിട്ട് നവോത്ഥാനം സ്ഥാപിക്കാൻ സമസ്തക്കാർക്ക് സാധ്യമല്ല. അത് പുത്തൻവാദമാണ്. അതിൽ നിങ്ങൾ മടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, കേരളീയ സമൂഹത്തിൽ സമസ്തക്കാർ നിർവഹിച്ച ഈ നവോത്ഥാനത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി അവർ ഏറ്റവും വലിയ അപകടം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇത് എഴുതിയത് ആ വ്യക്തിയെ അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാണ്, കുറ്റപ്പെടുത്താനല്ല. അദ്ദേഹം ഈ സമൂഹത്തോട് ചെയ്തത് വലിയ അക്രമമാണ്. കേരള സമസ്തയുടെ നേതാവായ അതേ ഇ.കെ. ഹസൻ മുസ്ലിയാരാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. നോക്കൂ നിങ്ങൾ, ഈ കുനിയ എന്ന് പറയുന്ന പ്രദേശത്ത് സമസ്തക്കാർ അവരുടെ 100-ാം വാർഷികം ആഘോഷിച്ചല്ലോ, നവോത്ഥാനത്തിന്റെ 100-ാം വാർഷികം. അത് എങ്ങനെയാണ് അവർക്ക് അവകാശപ്പെടാൻ കഴിയുക? കാരണം നിങ്ങൾക്ക് വിശ്വാസപരമായിട്ട് നവോത്ഥാനമില്ല. വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് നവോത്ഥാനമില്ല. വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചത് എന്താണ്? ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. എന്താണ് ഈ പറയുന്നത്? ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതിന്റെ തന്നെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. ഒരു ചായ കുടിക്കണ കൂലി പോലും ഖുർആനിന്റെ ഒരു ആയത്ത് പഠിച്ചാൽ, ആശയം പഠിച്ചാൽ ഇല്ല എന്നാണ് ഇവരുടെ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ പ്രവാചക നിന്ദ വേറെ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂൺ വരച്ചു ഒരു ഡെൻമാർക്കുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കിക്കൊണ്ട് ട്രോളുകൾ എഴുതുന്ന ആളുകളുണ്ട്.
അതിനേക്കാൾ വലിയ അപകടമല്ലേ, പ്രവാചക നിന്ദയല്ലേ എഴുതി വെച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്തിനാ? മാനവ സമൂഹത്തിന്റെ മനോനുകരങ്ങളെ പരിവർത്തിപ്പിച്ചെടുക്കാനല്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. പരിശുദ്ധ ഖുർആനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മുകളിൽ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കാൻ പറഞ്ഞതാണ് ഖുർആനിലൂടെ. ഖുർആൻ എന്ന് പറയുന്നത് മാനവകുലത്തിന്റെ ഗ്രന്ഥമാണ്. അത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. നേരായ ചൊവ്വായ പാതയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ അർത്ഥം പഠിക്കണ്ട. ഇതിനേക്കാൾ വലിയ നവോത്ഥാനത്തിന് തുരങ്കം വെക്കുന്ന പ്രവൃത്തി വേറെ ഏതായുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ നമ്മൾ. ആ ഹബീബായ പ്രവാചകനോട് പിരിശം വെക്കുന്ന ആളുകൾക്ക് ഒന്നാമതായി ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ ആരാണ് നമ്മുടെ നേതാവ്? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിച്ചില്ലേ, 8 കാര്യങ്ങളാണ് അല്ലാഹു മുന്നോട്ട് വെച്ചത്. 8 കാര്യങ്ങൾ. അതിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, അതിൽ നമ്മുടെ മക്കളുണ്ട്, അതിൽ നമ്മുടെ സമ്പത്തുണ്ട്, അതിൽ നമ്മുടെ വീടുണ്ട്, അതിൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്, അതിൽ നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ച സമ്പത്തുണ്ട്. ഈ 8 കാര്യങ്ങളാണോ അള്ളാഹുവിനേക്കാളും അവന്റെ പ്രവാചകനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ആ പ്രവാചകൻ അങ്ങനെ സ്നേഹിക്കേണ്ട ആളുകളാണ് നമ്മൾ. ആ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ള ഗ്രന്ഥമായ ഖുർആനിനെ പിൻപറ്റുന്നതിലൂടെ ആ വലിയ ദൗത്യം നിർവഹിക്കേണ്ട ആളുകളാണ് നമ്മൾ. എങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് കേരളത്തിലെ സമസ്തയുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. എത്ര ആയത്തുകൾ ഓതാൻ നമുക്ക്? ഖുർആന്റെ മഹത്വത്തെ കുറിച്ച്, ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എത്ര ഹദീസുകളുണ്ട്, എത്ര ഖുർആനിന്റെ വചനങ്ങളുണ്ട്. ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ ഈ ഗ്രന്ഥം ഈ സമൂഹത്തിലേക്ക് എഴുതിവിട്ടത്. മാത്രമല്ല, ഇങ്ങനെയുള്ള രാത്രികാലങ്ങളിലുള്ള പ്രഭാഷണങ്ങളിൽ സമസ്ത പണ്ഡിതന്മാർ പ്രസംഗിച്ചിരുന്നു അത്രേ. എന്ത്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹാസാഗരത്തിലേക്ക് നിങ്ങളുടെ കൊച്ചു ബുദ്ധിയാകുന്ന തോണി കൊണ്ട് നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾ മുങ്ങി മരിച്ചു പോകുന്ന പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഖുർആനാകുന്ന ഗ്രന്ഥം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും, അത് നിങ്ങൾ കേട്ടാ മതി. പൊതുജനങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള വലിയ അപകടം നവോത്ഥാന രംഗത്ത് സൃഷ്ടിച്ച ആളുകളാണ് ഇവർ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് സമൂഹ മധ്യത്തിലേക്ക് സമസ്തയിലെ അന്നത്തെ പണ്ഡിതന്മാർ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ ജനങ്ങൾ പഠിക്കട്ടെ. ഇ.കെ. അസം മുസ്ലിയാർ പറഞ്ഞതല്ല ശരി, ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതല്ല ശരി. ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞ് സമസ്തയിലെ പണ്ഡിതന്മാർ തന്റെ രംഗത്ത് വന്ന് ഖുർആൻ പരിഭാഷ എഴുതി. കൂറ്റനാട് മുസ്ലിയാർ, കെ വി കൂറ്റനാട് മുസ്ലിയാർ പരിഭാഷ എഴുതി. ആ പരിഭാഷ എഴുതിയതിനെ കുറിച്ച് അന്നത്തെ സമസ്തയുടെ വലിയ സംഘടനയിലെ ഭാരവാഹിയായിരുന്ന കൂറ്റനാട് മുസ്ലിയാരെ കുറിച്ച് അന്നത്തെ പണ്ഡിതന്മാർ എഴുതിയത് എന്താണ്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധചടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്നത്തെ സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിപ്പിച്ചു. എന്താ കൂറ്റനാട് ചെയ്ത തെറ്റ്? സമസ്ത സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മുൻകാല നേതാവായ കെ വി കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ അന്നത്തെ ഇ.കെ. ഹസൻ മുസ്ലിയാരെ പോലെയുള്ള ഇന്നത്തെ ഇ.കെ. സമസ്തയുടെ നേതാവ് പോലും എഴുതിയത് എന്താണ്? അതെ, മുർത്തദ്ദും കാഫിറുമായി. ആ അത്ര വലിയ അപകടകരമായ ഒരു അരാജകത്വം, അതുപോലെ തന്നെ ഒരു വെറുപ്പ് ഖുർആൻ പരിഭാഷപ്പെടുന്ന വിഷയത്തിൽ ഈ സമസ്ത പണ്ഡിതന്മാർ ഇവിടെ പുറപ്പെടുവിപ്പിച്ചിരുന്നു. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, മൗലാന കണ്ണിയത്തുമായ ഒരു അഭിമുഖം, ഇത് ഇവരുടെ പുസ്തകമാണ്. ഈ അഭിമുഖത്തിൽ കണ്ണിയത്തിനോടൊരു ചോദ്യം, ഖുർആൻ പരിഭാഷ ചെയ്യുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
കണ്ണിയത്തിനോട് ചോദ്യ. അപ്പൊ കണ്ണിയത്ത് പറഞ്ഞത് എന്താ? അതെ, മറുപടി അത് പാടില്ല, അത് ഹറാമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുന്നത് ഹറാമാണ് എന്ന സമസ്തയിലെ ചില പണ്ഡിതന്മാർ രംഗത്ത് വന്ന പോലെ മുർത്തദും കാഫറുമാക്കി. പിന്നെ എന്തുണ്ടായി? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ മൂലം ഇന്ന് റഹ്മത്തുള്ള കാസിമക്ക് പരിഭാഷയുണ്ട്, KVയുടെ പരിഭാഷ ഇന്ന് സമസ്തക്കാർ വായിക്കുന്നുണ്ട്, പൊന്നാനി മഖ്ദൂമിന്റെ പരിഭാഷയുണ്ടായി, എത്ര മലയാള പരിഭാഷകൾ ഇന്ന് കേരളത്തിലുണ്ടായി. ഒരു കാലഘട്ടത്തിൽ ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കീറാമുട്ടിയായി നിന്ന സമസ്തക്കാരുടെ വിഷയത്തിൽ അതേ നവോത്ഥാന പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഖുർആൻ ജനങ്ങൾ പഠിക്കട്ടെ, അത് മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഖുർആൻ പഠിക്കൽ പ്രത്യേകിച്ച് പുണ്യൊന്നുമില്ല, അതിന്റെ അർത്ഥം പഠിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത്. ഈ ഖുർആൻ പഠിക്കേണ്ടതിന് പകരം സമൂഹത്തിന്റെ കൈകളിൽ സമസ്ത ഉസ്താദന്മാർ നേതാക്കന്മാർ വെച്ചുകൊടുത്തത് എന്താണ്? ഈ ഉമ്മത്തിന്റെ പുരോഗതിക്ക് തടയിടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അതിൽ നിന്ന് വിലക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ നന്മകളിൽ നിന്നും വിലക്കണമെങ്കിൽ ഖുർആൻ പഠനത്തിൽ നിന്ന് അവർ പിന്നോട്ട് വലിക്കണം. അതിനുവേണ്ടി നിലനിന്ന സമസ്തയുടെ ഈ പണ്ഡിതന്മാർ പിന്നീട് പാവങ്ങളുടെ കൈകളിൽ വെച്ചുകൊടുത്തത് എന്താണ്? മാലമൗലീദുകളാണ്, കുപ്പിപ്പാട്ടുകളാണ്, പക്ഷിപ്പാട്ടുകളാണ്, അതുപോലെയുള്ള ഖുതുബിയത്തുകളാണ്, അതുപോലെയുള്ള ബിറുദുകളാണ്. മനുഷ്യരുടെ കൈകളാൽ രചിക്കപ്പെട്ട ചില മാലകളും മൗലീദുകളുമാണ്. അത് സമൂഹത്തിന്റെ കൈകളിൽ കൊടുത്തപ്പോ എന്തുണ്ടായി? സമൂഹത്തെ യഥാർത്ഥ വഴിയിൽ നിന്ന്, ഖുർആനിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ ഈ പുരോഹിത വർഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നവോത്ഥാനത്തിന് തുരങ്കം വെച്ചു അവർ. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, അല്ല, മനുഷ്യരുടെ കൈകളാൽ വിരചിക്കപ്പെട്ട മാലകളിലേക്കല്ല പോകേണ്ടത്, മൗലിദുകളിലേക്കല്ല പോകേണ്ടത്, പക്ഷിപ്പാട്ടിലേക്കും കുപ്പിപ്പാട്ടിലേക്കും അല്ല പോകേണ്ടത്, പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ വരൂ എന്ന് ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം വിളിച്ചപ്പോ ഇന്ന് ഖുർആൻ ക്ലാസുകൾ സമസ്തക്കാർക്കുണ്ട്, അതിന്റെ സംസ്ഥാന സമ്മേളനങ്ങളുണ്ട്, അതിന്റെ ക്ലാസുകളുണ്ട്, പരിഭാഷകളുണ്ട്, അതിന്റെ പണ്ഡിതന്മാർ അവർക്കുണ്ടായി. ഇന്നും യൂട്യൂബ് തുറന്നാൽ ഖുർആൻ ക്ലാസ് എടുക്കുന്ന എത്ര സമസ്ത പണ്ഡിതന്മാരുണ്ട്. ഇതിനൊക്കെ ആക്കം കൂട്ടിയതാരാ? നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാന. എന്നാലേ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? മാലകളും മൗലീദുകളും പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ അത് അറബികളിൽ നിന്ന് അറബി ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതിന്റെ പേരിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു സമസ്ത പണ്ഡിതന്മാർ. ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോഴോ മുർത്തദും കാഫറുമാക്കി, സമൂഹത്തിന്റെ അരിക്കാക്കി, പിഴച്ചവരാണെന്ന് പറഞ്ഞു, കാഫറുകളാണെന്ന് പറഞ്ഞു. എന്നാൽ അറബികളിലുള്ള മാലകളും മൗലീദുകളും പരിഭാഷപ്പെടുത്തിയപ്പോഴോ മുർത്തദാക്കിയോ കാഫറാക്കിയോ? ഇല്ല. അത്തരം പരിഭാഷപ്പെടുത്തിയ ആളുകളെ മദ്ഹ് ചെയ്യുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടു. എന്താ? കൊടശ്ശേരി ബഷീറുദ്ദീൻ മുസ്ലിയാർ മങ്കൂസ് മൗലിദ് പരിഭാഷ എഴുതിയത് വളരെ നന്നായിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മങ്കൂസ് മൗലിദിന്റെ പരിഭാഷ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. കാരണം അർത്ഥമറിയാത്തവർക്ക് മനസ്സിലാക്കാനും അത് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അത് സഹായകമാകുമല്ലോ. സുന്നത്ത് ജമാഅത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടാണ്. എന്ത് പരിഭാഷപ്പെടുത്തിയപ്പോ? മങ്കൂസ് മൗലൂദേ. ആരെയും മങ്കൂസ് മൗലൂദ് ഇതുണ്ടാക്കിയത്? സഹാബികളോ, താബീങ്ങളോ, തബഉ താബീങ്ങളോ? ഏതോ അല്ലേ? നോക്കൂ നിങ്ങള്, മങ്കൂസ് മൗലൂദ് എഴുതി ഉണ്ടാക്കിയത് അതെ സയ്യിദ് മഖ്ദൂം എന്ന് പറയുന്ന തങ്ങളിലേക്കാണ് അതിന് ചേർക്കപ്പെടുന്നത്. എന്നാൽ പറയപ്പെടുന്നു അദ്ദേഹമാണ് അത് രചിക്കപ്പെട്ടത് എന്ന്. പക്ഷെ അതിനൊരു ഏകല്ല. ആരോ കെട്ടിയുണ്ടാക്കിയ 100ഓളം കളവുകൾ കുത്തി നിറക്കപ്പെട്ട മങ്കൂസ് മൗലൂദ്. 100 കളവുകൾ കാണിക്കാൻ നമുക്ക് പറ്റും, ഒറ്റ ഇരിപ്പിന് കാണിക്കാൻ പറ്റും. അത് പരിഭാഷപ്പെടുത്തിയത് വളരെ നല്ലത്. തെറ്റുകൾ പറയാത്ത പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോഴോ ആ പരിഭാഷപ്പെടുത്തിയവരെ കാഫിറാക്കി, മുശ്രിക്കാക്കി. പറയൂ സമസ്തക്കാരെ, നിങ്ങൾ ഈ സമൂഹത്തിൽ നവോത്ഥാനമാണോ ഉണ്ടാക്കിയത്? കുണിയയുടെ മണ്ണിൽ കേരളത്തിലെ അറഫയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ചപ്പോ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നവോത്ഥാനത്തിന്റെ അതേ അടിയാധാരം നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുക? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തെ സമൂഹത്തെ നിങ്ങൾ അതിൽ നിന്ന് പിൻവലിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് ചെയ്തത് അക്രമമാണ്. ഇത് സ്നേഹത്തോട് പറയണം. എന്താ അറിയോ? കുറ്റപ്പെടുത്താനല്ല. നിങ്ങളുടെ ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഈ സമൂഹത്തിൽ ചെയ്തത് വലിയ അക്രമമാണ് എന്ന് പറയാനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാത്രമല്ല, കേരളീയ സമസ്ത അതേ അന്ധമായ അനുകരണത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആനിലൊരു തെളിവ് കണ്ടാൽ, പ്രവാചകന്റെ സുന്നത്തിലൊരു തെളിവ് കണ്ടാൽ അത് അങ്ങനെ അപ്പടി അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് ഇന്ന് സമസ്ത പണ്ഡിതന്മാരെ പ്രസംഗിക്കുന്നത്.
പിന്നെ എന്ത് ചെയ്യണം? നാലാലൊരു മദ്ഹബിനെ അംഗീകരിക്കണം. ആ മദ്ഹബ് പറയുന്നത് എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അന്ധമായ അനുകരണം. ഇതിന് അറബി ഭാഷയിൽ പറയുക തഖ്ലീദ് എന്നാണ്. തഖ്ലീദ്. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങൾ ശാഫിഈ മദ്ഹബിന്റെ ആളുകളാണെന്നല്ലേ സമസ്തക്കാർ പറയുന്നത്. ആ ശാഫിഈ ഇമാം പറഞ്ഞതെന്താ? അന്ധമായി ഒരു പണ്ഡിതൻ അനുകരിക്കുന്നത് രാത്രികാലങ്ങളിൽ വിറക് ശേഖരിക്കുന്നവനെ പോലെയാണ്. എന്താ പറഞ്ഞത്? രാത്രികാലങ്ങളിൽ വിറക് ശേഖരിക്കുന്നവനെ പോലെയാണ്. എന്നിട്ട് ഷാഫി ഇമാം പറയാണ്, രാത്രികാലങ്ങളിൽ വിറക് ശേഖരിക്കുമ്പോ ചിലപ്പോ വിറക് കെട്ടിന്റെ ഉള്ളിൽ വിഷജീവികളോ പാമ്പുകളോ ഉണ്ടായേക്കാം. അതൊരു പക്ഷെ അവനെ കൊത്തിയിട്ട് മരണം വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് അന്ധമായ അനുകരണത്തിന്റെ പിന്നാലെ പോണ്ട. കേരളീയ സമൂഹത്തിൽ നവോത്ഥാനത്തിന്റെ അവകാശവാദം ഉന്നയിച്ചു വരുന്ന ആളുകൾ തെളിവ് സഹിതമാണ് നമ്മൾ സംസാരിക്കുന്നത്. നവോത്ഥാനത്തിന് തീർത്തും എതിര് നിന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ. അതിലേറ്റവും അവസാനമായി ഞാൻ പറഞ്ഞത്, ഒരു പ്രമാണത്തെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഏത് നിലക്ക് സ്വീകരിക്കണം, ഏത് രൂപത്തിൽ സ്വീകരിക്കണം, ആ നിലപാടിൽ വരെ അതിന്റെ കടക്കൽ കത്തിവെച്ച് പണ്ഡിതന്മാരുടെ കിതാബുകളിലേക്കും അതുപോലെയുള്ള രേഖകളിലേക്കുമാണ് അവർ സമൂഹത്തെ ക്ഷണിച്ചത്. എന്താണോ മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുക. നമ്മൾക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം? അവർ പ്രമാണബദ്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കണം. ആ പ്രമാണത്തിന്റെ അപ്പുറത്ത് തെളിവില്ലാത്തത് ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അംഗീകരിക്കാൻ അവർക്ക് അവകാശമില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ രൂപം കൊണ്ട കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഹബീബായ പ്രവാചകന്റെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യന്റെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടേതൊഴികെ എന്നാണ് ഹബീബായ പ്രവാചകന്റെ ഖബറിന്റെ നേരെ ചൂണ്ടിയിട്ട് ഇമാം മാലിക് ഇബ്നു അനസ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടിലാണ് ഞങ്ങളുള്ളത്. അല്ലാതെ പണ്ഡിതന്മാരിലേക്ക് തലച്ചോറിനെ കേന്ദ്രീകരിച്ച് വിടാനല്ല. ഏത് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞാലും പ്രമാണബദ്ധമാണോ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതല്ല സമസ്തക്കാർ പറയുന്നത്. അവർ എഴുതി വെച്ചത് എന്താ? ഖുർആനിനും സുന്നത്തിനും സ്വഹാബികൾക്കും എതിരാണെങ്കിലും ശരി, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കണം. ഇത് കേരളീയ സമൂഹത്തിൽ ഈ സമസ്ത പണ്ഡിതന്മാർ ഉണ്ടാക്കിയ പരിക്കുകളിൽ വലിയൊരു പരിക്കാൻ. അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീമിന്റെ മറവിൽ ത്വരീഖത്തുകളാകുന്ന കള്ളപ്രസ്ഥാനങ്ങളെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ് ഇവർ. എത്രയെത്ര ത്വരീഖത്തുകളായ ത്വരീഖത്തുകളൊക്കെ പിഴച്ചതാണ്. അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ ധാരാളം സമയം വേണം. എത്രയെത്ര ത്വരീഖത്തുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ ആകെ ഒരു ത്വരീഖത്തേ ഉള്ളൂ. അത് ഹബീബായ പ്രവാചകന്റെ ത്വരീഖത്താണ്, സിറാത്തുൽ മുസ്തഖീമിന്റെ ത്വരീഖത്താണ്. എന്നാൽ ഓരോ പണ്ഡിതന്മാർ തട്ടിക്കൂട്ടിയ ത്വരീഖത്തുകളിലേക്ക് ഈ ഉമ്മത്തിനെ സമസ്തക്കാർ കൊണ്ടുപോയി എന്നുള്ളത് നവോത്ഥാനത്തിന് തുരങ്കം വെച്ചതിൽ അവർ ചെയ്ത വലിയൊരു അപകടകരമായ കാര്യമാണ്. പിന്നീട് മറ്റൊരു കാര്യം, മലയാള ഖുതുബയെ, മാതൃഭാഷയിലെ ഖുതുബകളെ ഇവർ നിഷിദ്ധമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ വിഷയം പഠിപ്പിക്കുന്ന ഭാഗത്ത് ഭാഷക്കല്ല പ്രാമുഖ്യം പറഞ്ഞിട്ടുള്ളത്. ഭാഷയുടെ പ്രാമുഖ്യം പറഞ്ഞ പണ്ഡിതന്മാരില്ല. അവിടെ കണ്ടന്റിനാണ് പ്രധാനം. ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഹബീബായ പ്രവാചകന്റെ സാമഈങ്ങൾ, ശ്രോതാക്കൾ അറബികളായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ അറബിയിലാണ് പ്രസംഗിച്ചത്. എന്തുകൊണ്ടാണ് പ്രവാചകന്റെ ഒരുപാട് ഖുതുബകളിൽ ഏതെങ്കിലും ഒരു ഖുതുബ സിഹാഉസിത്തയിലെ ഗ്രന്ഥങ്ങളിലോ മറ്റു ഗ്രന്ഥങ്ങളിലോ അതുപോലെ ക്രോഡീകരിക്കാത്തത്? എന്താ? സമയബന്ധിതമായ അവസരോചിതമായ ഖുതുബകളായിരുന്നു പ്രവാചകൻ നിർവഹിച്ചിരുന്നത്. അവിടെ ഭാഷക്കല്ല പ്രധാനം, ശ്രോതാക്കൾക്ക് മനസ്സിലാകണം. ഹബീബായ പ്രവാചകൻ ഖുർആൻ ഓതും, ജനങ്ങളെ ഉത്ബുദ്ധരാക്കും. 2 ഖുതുബകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അവിടെ നിന്നൊന്ന് ഇരിക്കും. അതെ, യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. അതുപോലെ തന്നെ ഇസ്തദ്ദ ഖലബഹു വഅലാ സൗതഹു കന്നഹു മുൻദിറു ജൈഷിൻ. ഒരേ സൈന്യത്തെ നിയോഗിക്കുന്ന കമാൻഡറെ പോലെ കണ്ണുകൾ ചുവന്ന് കോപമൊക്കെ ചില സമയത്ത് അധികരിപ്പിച്ച് ശബ്ദമൊക്കെ ഉയർത്തി സന്ദർഭോചിതമായ ഖുതുബയായിരുന്നു പ്രവാചകൻ നിർവഹിച്ചിരുന്നത്. എന്നാൽ സമസ്തക്കാരുടെ മീൻചന്ത പ്രമേയത്തിൽ അവർ പാസാക്കിയത് എന്താ? അറബിയല്ലാത്ത ഭാഷയിൽ ഇനി ഖുതുബ പാടില്ല. എന്നിട്ട് നബി ഓതിയ ഖുതുബയാണോ സമസ്ത മിമ്പറുകളിൽ പറയുന്നത്? അല്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ നബാത്തത്തിൽ മിസ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി വായിച്ച ഖുതുബയുടെ ഏടുകളല്ലേ മിമ്പറുകളിൽ ഇവർ വായിക്കുന്നത്? അല്ലേ?
അപ്പൊ ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിൽ വലിയ ദൗത്യം വഹിച്ച മേഖലകളാണ് മിമ്പറുകൾ. ആ മിമ്പറുകളെ വിഷയത്തിൽ വരെ നവോത്ഥാനത്തിന് തുരങ്കം വെച്ചു ഈ നാട്ടിലുണ്ടായിരുന്ന സമസ്തക്കാർ. ഒരുപാട് തെളിവുകളുണ്ട്. അവരുടെ രേഖകളിൽ തന്നെ മുൻകാലങ്ങളിൽ ഖുത്ബ പരിഭാഷയുണ്ടായിരുന്നു, പിന്നീട് മീൻചന്ത പ്രമേയത്തിലാണ് അത് നിർത്തലാക്കിയത് എന്ന് പറയുന്ന ഒട്ടനവധി രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ചുരുക്കുകയാണ്. അതുപോലെ തന്നെ മതവിധികളെ വിലക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്ത്രീ ജമാഅത്ത് എന്ന് പറയുന്നത്. അതേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ 100-ലധികം ഹദീസുകളിലാണ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പറയുന്ന ഹദീസുകൾ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് അവർ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. 100-ലധികം ഹദീസുകളാണ് വന്നിട്ടുള്ളത്. അതിനെ കളിയാക്കിയില്ലേ കേരളത്തിലെ സമസ്തക്കാർ? മുജാഹിദീങ്ങൾക്ക് ഈമാൻ കിട്ടണമെങ്കിൽ, മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഖതീബന്മാർക്ക് തഖ്വ കിട്ടണമെങ്കിൽ പെണ്ണിന്റെ പാദസരക്കിലുക്കം കേൾക്കണമെന്ന് ഇവർ പ്രസംഗിച്ചില്ലേ? അതുപോലെ തന്നെ പെണ്ണുങ്ങൾ പള്ളിയിൽ വരുമ്പോ മുജാഹിദീങ്ങളുടെ നിസ്കാര ടൈം നെറ്റിയുടെ 2 സൈഡുകളിലാണ് സുജൂദ് ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ നോക്കിയിട്ടാണ് എന്ന് ഒരു ഉസ്താദ് പ്രസംഗിച്ചില്ലേ? നോക്കൂ നിങ്ങൾ, ആരെയാണ് ഈ കളിയാക്കുന്നത്? മതപ്രമാണങ്ങളിൽ വന്ന 100-ലധികം ഹദീസുകളെ ചവിട്ടി മതിക്കേണ്ട സംസാരമല്ലേ അത്? അൽഹംദുലില്ലാഹ് മാറ്റങ്ങൾ വന്നു തുടങ്ങി. സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഇടം കള്ളുപോലെ നിഷിദ്ധമാണെന്ന് പറഞ്ഞിരുന്ന കാര്യം, സ്ത്രീകൾക്ക് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, ചില സ്ഥലത്ത് യാത്രക്കാരികൾ ഉണ്ടാവില്ല, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഇടം എന്ന് മാത്രമേ ചില സ്ഥലത്തുള്ളൂ. മാറി വരും. ഒരുപാട് കാര്യങ്ങൾ മാറി വന്നതുപോലെ ഈ നവോത്ഥാന പ്രസ്ഥാനം ഇടപെട്ട് മാറി വന്നതുപോലെ ഞങ്ങൾ അത് ഒരിക്കലും അഹങ്കരിച്ചുകൊണ്ട് പറയല്ല. നിങ്ങൾ അതിലേക്ക് വന്നേ തീരൂ. കാരണം സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്.